യോഹന്നാൻ എഴുതിയ സുവിശേഷം 17:3 ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അറിവ് ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരു ചെറിയ അറിവ് പോലും ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിൽ ചിലപ്പോൾ രക്ഷാകാരണമായി മാറാം. ആകയാൽ ഏതൊരറിവും ആരിൽ നിന്ന് ലഭിച്ചാലും നിസ്സാരമായി കാണരുത്. വ്യക്തികളിൽ നിന്ന് മാത്രമല്ല, ഓരോ ജീവജാലങ്ങളും, എന്തിന് ജീവനില്ലാത്തവ പോലും നമ്മുടെ ഗുരുക്കന്മാരായി നിന്ന് അറിവുകൾ പകർന്നു തരുന്നു. ദൈവം യിരെമ്യാ പ്രവാചകനെ ഒരു കുശവന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ പണിശാലയിൽ ഒരു പാത്രമുണ്ടാക്കുന്ന കാഴ്ച നിരീക്ഷിക്കാനായി പറഞ്ഞയച്ചു. അവിടെ കണ്ട കാഴ്ചയിൽ നിന്ന് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ സംസാരിച്ചു. ദൈവം തന്നെയാണ് ചുറ്റിലും നിന്ന് അറിവുകൾ ആർജിക്കാൻ അവസരങ്ങൾ നൽകുന്നത്. എന്നാൽ ചില വ്യക്തികൾ നമ്മുടെ സാക്ഷാൽ ഗുരുക്കന്മാരാണെന്ന് നാം അംഗീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാര്യങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ളതിനാലാണ് ഈ അംഗീകാരം നൽകുന്നത്. അവർ പറഞ്ഞു തരുന്ന ഓരോ പാഠങ്ങളും ജീവിതത്തിൻ്റെ ഗതിയെ തിരിച്ചുവിടാൻ പോന്നതാവാം. നാളെ അവരെക്കാൾ അറിവുള്ളവരാകാൻ നമ്മെ അവ സഹായിച്ചെന്ന് വരാം. ജീവിതത്തിൽ എല്ലായ്പ്പോഴും മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാനുള്ള മനസ്സുണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. എല്ലാം അറിയാമെന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ അറിവില്ലായ്മ. ഒരു മനുഷ്യൻ മരണത്തിനപ്പുറവും ജീവിക്കാൻ അറിവ് സമ്പാദിക്കുന്നതിനേക്കാൾ വലിയ അറിവില്ല. കാരണം മറ്റെല്ലാ അറിവുകളും ഈ ലോകം കൊണ്ട് അവസാനിക്കും. മരണത്തോടെ അവയ്ക്കൊന്നും ആ വ്യക്തിയുടെ ജീവിതത്തിൽ പിന്നെ യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. എന്നാൽ നിത്യമായി ജീവിക്കാൻ അറിവുണ്ടാവുക എന്നത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. യേശുക്രിസ്തു അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദൈവത്തെ അറിയുക എന്നല്ല, ഏകസത്യ ദൈവത്തെയും ആ ദൈവം അയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അറിയുക എന്നത് വെറുമൊരു അറിവല്ല, അംഗീകരിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും പ്രയോഗിക്കേണ്ടതുമായ അറിവാണ്. യേശുക്രിസ്തുവിനെ ഈ വിധത്തിൽ അറിയുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.